IQ Plus Interior and Electronics. കേരളത്തിലെ കുടുംബശ്രീ അംഗങ്ങൾക്ക് ഇനി ഡെൻമാർക്കിലും അവസരം. 24,000 KFBOസിനെ കുടുംബശ്രീ വഴി ലഭ്യമാക്കുമെന്ന് മന്ത്രി വി രാജേഷ് പറഞ്ഞു. ദേശീയ സദസ് മേളയിൽ സാംസ്കാരിക സമ്മേളനത്തിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. കുടുംബശ്രീയുടെ ഖ്യാതി കടൽ കിടക്കുന്ന അഭിമാനകരമായ ചരിത്ര മുഹൂർത്തമായി മാറുകയാണെന്ന് അദ്ദേഹം പറഞ്ഞു. ഡെൻമാർക്കിലെ വയോജന ക്ഷേമ വകുപ്പ് മന്ത്രി, ഇന്ത്യയിലെ ഡെൻമാർക്ക് അംബാസിഡർ എന്നിവരുൾപ്പെടെയുള്ള 6 അംഗ ഉന്നതതല സംഘവുമായി ചർച്ച നടത്തിയിരുന്നു. ഇതിനുള്ള ഭാഷാ പരിശീലനം ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും ഉറപ്പുവരുത്തുന്നതും ഡെൻമാർക്ക് തന്നെയാണ്. അവർ നമ്മെ അന്വേഷിച്ച് വരിക എന്നത് പ്രധാനപ്പെട്ട ഒന്നാണ്. ഇന്ത്യയിൽ സാർവത്രികമായ പാലിയേറ്റീവ് പരിചരണം ഉറപ്പുവരുത്തുന്ന ഒരു സംസ്ഥാനമാണ് കേരളം. സാർവത്രികമായ പാലിയേറ്റീവ് പരിചരണം ഉറപ്പുവരുത്തുന്നത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും കുടുംബശ്രീയുമാണെന്നും മന്ത്രി പറഞ്ഞു. ഇന്ത്യയിലെ ഭവന പദ്ധതികളിൽ കേരളത്തിലെ ലൈഫ് ഭവന പദ്ധതിക്ക് നീതി ആയോഗിൻ്റെ ബെസ്റ്റ് പ്രാക്ടീസ് അംഗീകാരവും ലഭിച്ചു. ഇവയെല്ലാം കേരളത്തിൻ്റെ വികസന മാതൃകയ്ക്കുള്ള അംഗീകാരമാണെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. ഏറ്റവും പ്രത്യേകതയുള്ള കാര്യം, ഇതിനാവശ്യമായിട്ടുള്ള വിസ പ്രോസസ്സിംഗ് ഫീസ് മറ്റെല്ലാ കാര്യങ്ങളും അവർ തന്നെ വഹിക്കും എന്നും അതൊന്നും നമ്മൾ വഹിക്കേണ്ട കാര്യമില്ല എന്നും അവർ അറിയിച്ചു എന്നതാണ്. രണ്ടാമത്തെ കാര്യം, 9 മാസം നീണ്ടു നിൽക്കുന്ന ഭാഷ പഠിപ്പിക്കാനുള്ള കോഴ്സ് അവർ ഇവിടെ കേരളത്തിൽ വന്ന് നടത്തും എന്നും അറിയിച്ചിരിക്കുകയാണ്. അപ്പോൾ തിരഞ്ഞെടുക്കുന്ന ആളുകൾക്ക് ഉള്ള പരിശീലനം, ഭാഷാ പരിശീലനം 9 മാസം നീണ്ടു നിൽക്കുന്നതാണ്. അത് ഡെൻമാർക്ക് ഗവൺമെന്റ് തന്നെ ഇവിടെ കേരളത്തിൽ നടത്തും. അത് പഠിച്ച് ഭാഷ നിശ്ചയിക്കുന്ന ഭാഷാ പ്രാവീണ്യം, മിനിമം പ്രാവീണ്യം നേടിയവരെ അവർ കൊണ്ടുപോകും. മറ്റ് ചെലവുകളൊന്നും നമുക്ക് വരുന്നുമില്ല എന്നത് കുടുംബശ്രീയെ സംബന്ധിച്ച് മാത്രമല്ല, കേരളത്തിലെ സ്ത്രീകളെ സംബന്ധിച്ചൊരു വലിയ തൊഴിൽ സാധ്യതയായി, നല്ല വരുമാനമുള്ള തൊഴിൽ സാധ്യതയായിട്ട് വരികയാണ്. ടൈം കിഡ്സ് പ്രീ സ്കൂൾ, മാന്നന്നൂർ റോഡ്, വാണിയംകുളം. .വ്യൂ ന്യൂസ്. കാഴ്ചകളാണ് ലോകം, കണ്ടു തുടങ്ങുക.